ആ ഭാഗം അവർ എടുത്തു വെച്ചേക്കുന്നുണ്ടല്ലോ. ഇതിനത് പുതുമയായിട്ട് തോന്നിയ കുറച്ച് കാര്യങ്ങൾ എന്താണെന്ന് വെച്ചിട്ട് ഇന്നലെ ഞാൻ പടം കണ്ടു. പക്ഷെ ഹലോ, ഈസി സിനി ടോക്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. മിഥിലൻ സ്വാമിനാഥൻ എഴുതി സംവിധാനം ചെയ്ത് വിജയ് സേതുപതി, അനുരാഗ് കശ്യപ്, മമത മോഹൻദാസ്, അഭിരാമി എന്നിങ്ങനെയുള്ളവർ ലീഡ് റോളിൽ വന്നിട്ടുള്ള ഒരു പുതിയ തമിഴ് മൂവിയാണ് മഹാരാജ. ക്രൈം ത്രില്ലർ ജോണറിൽ വരുന്ന ഒരു വെഞ്ചൻസ് മൂവിയാണ് മഹാരാജ എന്ന് പറയുന്നത്. റിലീസായിട്ട് ഇന്നലെ റിലീസായതേ ഉള്ളൂ തോന്നുന്നു. ഞാൻ ഇന്നലെ ഞാൻ പടം കണ്ടു. പക്ഷെ എനിക്ക് എൻ്റെ അഭിപ്രായങ്ങൾ അല്ലെങ്കിൽ എക്സ്പീരിയൻസിനെ പറ്റി പറഞ്ഞിടാനായിട്ടുള്ള ഒരു സാഹചര്യം ഉണ്ടായില്ല. അപ്പം ഒരു ദിവസം കഴിഞ്ഞു എന്നാണ് ഇടുന്നത്. അപ്പം പടം ഞെട്ടില്ലെങ്കിൽ എനിക്കൊരു സമാധാനക്കേട് ഉണ്ടായാണ്. എന്ന് വെച്ചാൽ അത്രയും നല്ലൊരു പടമാണ് മഹാരാജ എന്ന് പറയുന്ന പടം. തിയേറ്റർ എക്സ്പീരിയൻസ് മസ്റ്റായിട്ട് വാച്ച് ചെയ്യാം എന്ന് പറയാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു മേക്കിങ്ങും കാര്യങ്ങളും അതിൻ്റെ സ്റ്റോറി ഡയറക്ഷൻ എല്ലാം എല്ലാ രീതിയിലും അടിപൊളിയായിട്ട് നിൽക്കുന്ന ഒരു പക്ക വെഞ്ചൻസ് മൂവി തന്നെയാണ് മഹാരാജ എന്ന് പറയുന്നത്. പിന്നെ ഇതിൻ്റെ ഈ പടം എന്തുകൊണ്ടാണ് ഞാൻ സജസ്റ്റ് ചെയ്യുന്നത് അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് മസ്റ്റ് വാച്ച് എന്ന് പറയുന്നതിൻ്റെ അകത്ത് കുറച്ച് എനിക്ക് ഇതിനത് പുതുമയായിട്ട് തോന്നിയ കുറച്ച് കാര്യങ്ങൾ എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ സ്റ്റോറി ടെല്ലിംഗ് ആണ്. ഭയങ്കര നല്ല അടിപൊളിയായിട്ട് കഥ പറഞ്ഞു വരുന്ന ഒരു രീതിയുണ്ട് ഇതിൻ്റെ ഒരു രീതി എന്ന് പറയുമ്പോൾ നമുക്ക് ആദ്യം ഇങ്ങനെ കുറച്ച് നേരം ഇങ്ങനെ പടം കണ്ടു വരുമ്പോഴത്തേനും നമുക്ക് മനസ്സിലാകില്ല എന്തുവാണ് പറഞ്ഞു വരുന്നത്. ഞാനിതിന്റെ റിലീസ് ട്രെയിലർ എന്ന് പറഞ്ഞൊരു വീഡിയോ ഇറങ്ങി, അത് കണ്ടില്ല. അതിന്റെ മുന്നത്തെ ട്രെയിലറാണ് കണ്ടിട്ടുള്ളത്. അപ്പൊ അതിൽ പറഞ്ഞിട്ടുണ്ട് ഒരു ലക്ഷ്മിയെ കാണാതെ പോയി എന്ന് പറഞ്ഞ് പോലീസ് സ്റ്റേഷനിൽ വരുന്ന വിജയ് സേതുപതിയുടെ ക്യാരക്ടറിനെയാണ് നമ്മൾ കാണിക്കുന്നത്. വിജയ് സേതുപതിയുടെ ക്യാരക്ടറിന്റെ പേരാണ് മഹാരാജ എന്ന് പറയുന്നത്. ലക്ഷ്മിയെ കാണാതെ പോയി, ലക്ഷ്മി ആരാണ്ടോ കിഡ്നാപ്പ് ചെയ്തോണ്ടോ അല്ലെങ്കിൽ തട്ടിക്കൊണ്ട് പോയി അല്ലെങ്കിൽ മോഷ്ടിച്ചുകൊണ്ട് പോയി FIR എടുക്കണം എന്ന് പറഞ്ഞ് പോലീസ് സ്റ്റേഷനിൽ വരുന്ന ഒരു ക്യാരക്ടറിനെയാണ് ട്രെയിലറിൽ നമുക്ക് കാണാൻ പറ്റുന്നത്. അപ്പം റിലീസ് ട്രെയിലറിൽ എന്തൊക്കെയാണ് വന്നിട്ടുള്ളത് എന്ന് ഞാൻ കണ്ടിട്ടില്ല. അതുകൊണ്ടാണ് ഞാനൊന്നും പറയാത്തത്. വിട്ടു പറയാനും പറ്റുകയില്ല കേട്ടോ. എന്ത് വെച്ചാൽ നമുക്ക് ഇതിനകത്ത് കുറെ കാര്യങ്ങൾ ഒളിപ്പിച്ചൊക്കെ വെച്ചിട്ടുണ്ട്. ഇതിന്റെ ഒരു കഥ പറച്ചിലിൽ അത് ആ ഒരു സംഭവം വരുന്നുണ്ട്. അപ്പം ഇതിങ്ങനെ ഒരു രീതിയിലുള്ള ഇതിന്റെ ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള സ്റ്റോറി ടെല്ലിംഗ് ആണ് പടം ഇങ്ങനെ പറഞ്ഞു ഇങ്ങനെ വരുമ്പോഴത്തേനും ഇന്റർവെൽ വരെ ആകുന്ന ആ ഒരു സമയം വരെ എനിക്ക് വലിയ ഐഡിയ കിട്ടില്ല എങ്ങോട്ടായി പടം പോകുന്നത്, എന്താണ് ഇതിനെ ഹുക്ക് ചെയ്യുന്നത്, എന്തുവാണ് തപ്പിപ്പോകുന്നത്, എങ്ങോട്ടാണ് പടം പോകുന്നത് എന്നുള്ളൊരു സംഭവം കിട്ടുന്നില്ല. പക്ഷെ ഇന്റർവെല്ലിൽ ബ്ലോക്ക് കഴിഞ്ഞ് ഇന്റർവെല്ലിൽ തുടങ്ങുന്ന ആ ഒരു ഭാഗത്ത് ഇവർ ഈ ഓരോ സൈഡിൽ നിന്ന് കഥ ഇങ്ങനെ പറഞ്ഞു വരുന്നുണ്ട്. ഈ പറഞ്ഞു വരുന്ന കഥകളെല്ലാം കൂടെ ഒരു പോയിന്റ് ആകുമ്പോഴത്തേക്ക് ഇന്റർലിങ്ക് ചെയ്യും. ആ ഭാഗം അവർ എടുത്തു വെച്ചേക്കുന്നുണ്ടല്ലോ, വളരെ അടിപൊളിയായിട്ട് എടുത്തു വെച്ചേക്കുന്നു. വെച്ചാൽ ഭയങ്കര നമുക്ക് ആ ഒരു തിയേറ്റർ എക്സ്പീരിയൻസ് അടിപൊളിയാന്ന് വെച്ചാൽ നമ്മളിങ്ങനെ തിയേറ്ററിൽ ഇരിക്കുമ്പോൾ ഇങ്ങനെ ഓ ഇതാണല്ലേ സംഭവം എന്ന രീതി തോന്നിപ്പിക്കുന്ന രീതിയിലുള്ള ഒരു ലിങ്ക് ചെയ്യിക്കുന്നുണ്ട്. ഈ കഥ കൊണ്ടുവന്നിട്ട് പലയിടത്തുനിന്ന് കഥ കൊണ്ടുവന്നിട്ട് ഇങ്ങനെ ലിങ്ക് ചെയ്യുന്ന ഒരു ഭാഗമുണ്ട്. അവിടെ നമുക്ക് ഒന്ന് കിളി പോകും, എന്നിട്ട് വരും കിളി തിരിച്ച്. പടം ഇങ്ങനെ കണ്ടു വരുമ്പോഴത്തേക്കും നമുക്കതിങ്ങനെ മനസ്സിലായി വരും. ഓ ശരിയാണ്, ഇതാണ് സംഭവം. അപ്പം ഒരു വെഞ്ചൻസ് മൂവി എന്നൊക്കെ പറയുമ്പോഴത്തേനും ഒരു ലെവല് പടമാണ് ശരിക്കും. ഇത് എല്ലാവർക്കും കണ്ടിരിക്കേണ്ട ഒരു തിയേറ്റർ എക്സ്പീരിയൻസ് മസ്റ്റ് വാച്ച് ചെയ്യാൻ പറ്റുന്ന ഒരു തിയേറ്റർ എക്സ്പീരിയൻസ് എന്ന് തന്നെയല്ല, ഫോണിൽ വരുമ്പോഴേ കാണുമ്പോൾ ഇഷ്ടപ്പെടില്ല. ആ രീതിയിൽ കഥ പറഞ്ഞു പോകുന്ന ഒരു അടിപൊളി വെഞ്ചൻസ് മൂവിയാണ് മഹാരാജ. ആരും മിസ്സാക്കണ്ട ഈ പടം. പിന്നെ ഇതിന്റെ ഓരോ കാര്യങ്ങളും ഇതിന്റെ ചെറിയൊരു കഥയുടെ ഒരു പ്ലോട്ട് എന്ന് പറയുന്നത് ലക്ഷ്മിയെ കാണാതെ പോയെന്ന് പറഞ്ഞു വരുന്ന വിജയ് സേതുപതി അല്ലെങ്കിൽ മഹാരാജ അതിനെ കണ്ടുപിടിച്ച് തരണം എന്ന് പറഞ്ഞു കേസ് കൊടുക്കണം എന്ന് പറഞ്ഞു. പിന്നെ പോലീസുകാർ അതിനെ ആദ്യം പോകാതെയൊക്കെ ഇരിക്കുന്നു. പിന്നെ പുള്ളി ഒരു കാര്യങ്ങൾ പറഞ്ഞ് അതിനെ തപ്പി പോകാനായിട്ടുള്ള ഒരു ഇൻട്രസ്റ്റ് കാര്യങ്ങൾ കൊണ്ടെത്തിക്കുന്നു. അത് പിന്നെ ചെന്നെത്തുന്ന വഴികളും എന്തുകൊണ്ടാണ് പുള്ളി അങ്ങനെ പറഞ്ഞത്, എന്തിനു വേണ്ടിയാണ് പുള്ളി അങ്ങനെ പറഞ്ഞത്, അല്ലെങ്കിൽ എന്താണ് അതിന്റെ കാരണം, പുള്ളി എന്തിനാണ് പോലീസ് സ്റ്റേഷനിൽ തന്നെ വന്ന് ഇരിക്കുന്നത്, പുള്ളി അവിടെ വന്നിരുന്നെങ്കിൽ പോലീസുകാർ അതിൽ ഇൻട്രസ്റ്റ് കാണിക്കില്ല എന്ന് പറഞ്ഞ ഓരോ കാര്യങ്ങളും, പുള്ളി അവിടെ വന്നിരിക്കുന്നത് എന്തിനാണ്, പിന്നെ ഓരോ കാര്യങ്ങളും വളരെ ക്ലിയർ ആയിട്ട് ഇങ്ങനെ പറഞ്ഞു പോകുന്നുണ്ട്. അത് ശരിക്കും സ്ക്രീൻ പ്ലേയുടെ ഒരു വലിയ മികവ് തന്നെയാണ് അത് കാണിച്ചു പോകുന്നത്. അതുപോലെ തന്നെ ഓരോ ക്യാരക്ടേഴ്സിനും അവരുടെ ക്യാരക്ടർ ഡീറ്റെയിലിംഗ് നല്ല വൃത്തിക്ക് പറഞ്ഞിട്ടുണ്ട്. ഓരോ ആൾക്കാരെ ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോഴും അവരുടെ ക്യാരക്ടറും ഉൾപ്പെടുത്തിക്കൊണ്ട് തന്നെയാണ് പടം പോകുന്നത്. ഇപ്പം ആദ്യം മഹാരാജ കാണിക്കുമ്പോൾ ഫസ്റ്റ് സീനിൽ തന്നെ മഹാരാജ എങ്ങനെയുള്ള ആളാണ്, എന്താണ് പുള്ളിയുടെ ഓരോ പ്രവൃത്തികൾ എങ്ങനെയാണ്, അല്ലെങ്കിൽ അനുരാഗ് കശ്യപിന്റെ ഫസ്റ്റ് സീൻ കാണിക്കുമ്പോൾ പുള്ളി എന്താണ്, അടുത്ത സീനിലോട്ട് വരുമ്പോഴത്തേനും പുള്ളിയുടെ ക്യാരക്ടർ എങ്ങനെയാണ്, പുള്ളി എങ്ങനെയാണ് ഓരോ അവസരങ്ങളിൽ ബിഹേവ് ചെയ്യുന്നത്, എന്നുള്ള ഓരോ ക്യാരക്ടറിലും ഫസ്റ്റ് ട്രെയിലർ കാണിച്ചപ്പോഴത്തേനും ഒരു LED ലൈറ്റ് ഇങ്ങനെ കൊമ്പ് പോലെ വെച്ചുകൊണ്ട് ഒരാളെ കാണിച്ചായിരുന്നല്ലോ. അപ്പം നമ്മൾ ആ ട്രെയിലർ കണ്ടപ്പം
എങ്ങനെയാണോ അതിനെ മനസ്സിലാക്കിയത് ആ രീതി തന്നെയാണ്. ഇപ്പം ഓരോ ഇൻട്രൊഡക്ഷനിലും ഓരോ ആൾക്കാരെ നമുക്കിങ്ങനെ മനസ്സിലാക്കി തരും ഇവർ ഇങ്ങനത്തെ ആൾക്കാരാണ്. അപ്പൊ ഇതിനകത്തൊരു പോലീസുകാരനുണ്ട്. ആ പോലീസുകാരന്റെ ഇൻട്രൊഡക്ഷൻ സീനിൽ തന്നെ പുള്ളിയുടെ ഒരു നേച്ചർ എങ്ങനെയാണെന്നുള്ള ഇത് 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 വളരെ ഓരോ ക്യാരക്ടറെ നമ്മൾ ബിൽഡ് ചെയ്ത് കൊണ്ടുവന്നേക്കുന്നത് വളരെ വൃത്തിക്ക് തന്നെയാണ്. അതുപോലെ തന്നെ ഇതിനകത്ത് ഒരു പാസം കാണിക്കുന്നുണ്ട്, അച്ഛൻ മകൾ പാസമൊക്കെ കാണിക്കുന്നുണ്ട്. അത് സാധാരണ തമിഴ് പടത്തിൽ എടുത്തിട്ടേക്കുന്ന ചുമ്മാ പാഴ് പാസമൊന്നുമല്ല, ഇത് വെടിക്കെട്ടായിട്ട് വെടിക്കെട്ടെന്ന് പറഞ്ഞത് നല്ല വൃത്തിക്ക് ആ അച്ഛൻ മകളുടെ സ്നേഹം നല്ല ഡെപ്തിൽ തന്നെ ഈ സിനിമയ്ക്ക് അത് കാണിക്കാൻ സാധിച്ചിട്ടുണ്ട്. ഇത് പടത്തിന്റെ വലിയൊരു മികവ് തന്നെയാണ്. അപ്പം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരുമ്പോഴത്തേനും പടം നമുക്ക് ബോറടി ഇല്ലാതെ കണ്ടുപോകാൻ പറ്റും. അവരുടെ ആ ഒരു സ്നേഹവും മകൾക്ക് വേണ്ടി അച്ഛൻ എന്തുമാത്രം സ്ട്രഗിൾ ചെയ്യുന്നുള്ള കാര്യങ്ങളൊക്കെ ചുമ്മാ ഫസ്റ്റ് സീനിലൊക്കെ തന്നെ കാണിച്ചു പോകുന്നുണ്ട്. കഥയിലോട്ട് പോകുമ്പോഴത്തേനും ഇതിന്റെ ഒരു സ്റ്റോറി ലൈൻ നമ്മളെ ഭയങ്കരമായിട്ട് കൺഫ്യൂസ് ചെയ്യിപ്പിച്ചിട്ട് അത് നമുക്ക് ആൻസർ കണ്ടെത്തി തരും. അല്ലെങ്കിൽ ഒരു ക്വസ്റ്റ്യൻ ആൻസർ പോലെ പടം ഇങ്ങനെ പോയിട്ട് എന്തുകൊണ്ടാണെന്ന് പറഞ്ഞിട്ട് അത് അതിന് ഉത്തരവ് ഇങ്ങനെ കൊണ്ടെത്തിച്ചിട്ട് ക്ലൈമാക്സിലോട്ട് പോകുന്ന ഒരു സിനിമയാണ് ശരിക്കും മഹാരാജ എന്ന് പറയുന്നത്. ഇപ്പൊ എല്ലാവർക്കും തിയേറ്ററിൽ തന്നെ പോയി കാണാൻ പറ്റുന്ന ഒരു മസ്റ്റ് വാച്ച് മൂവിയാണ് മഹാരാജ. എല്ലാവർക്കും സജസ്റ്റ് ചെയ്യുന്നു. അങ്ങനെ ഇന്ന ആൾക്കാർക്ക് അല്ലെങ്കിൽ ഫാമിലി ഓഡിയൻസിനോ അല്ലെങ്കിൽ പുതിയ ആൾക്കാർക്കോ അങ്ങനെ ഒന്നുമില്ല, എല്ലാവർക്കും കാണാം, എല്ലാവർക്കും കണ്ടിരിക്കാൻ പറ്റുന്ന ഒരു മൂവിയാണ്. ഇതിനകത്ത് അങ്ങനെ വലിയ കോമഡി കാര്യങ്ങളൊന്നും പോകില്ല, ത്രില്ലർ ജോണറിൽ തന്നെയാണ് മൂവി പോകുന്നത്. വേറെ കൂടുതൽ കാര്യങ്ങളൊന്നും പറയില്ല. ഇത് കാസ്റ്റിംഗ് ഒക്കെ ചെയ്തേക്കുന്നത് വളരെ അടിപൊളിയായിട്ടാണ്. ഓരോ കാസ്റ്റിങ്ങും ഓരോ ആൾക്കാരുടെ കാസ്റ്റിംഗ്, അനുരാഗ് കശ്യപിനെയൊക്കെ പക്ക കാസ്റ്റിംഗ് ആണ്. വിജയ് സേതുപതി, മമത മോഹൻദാസ് ആണെങ്കിലും അഭിരാമി ആണെങ്കിലും ഇതിൽ വിജയ് സേതുപതിയുടെ മോളായിട്ട് അഭിനയിച്ചേക്കുന്ന ആ മോളാണെങ്കിലും പിന്നെ ഓരോ ആൾക്കാരെയും പോലീസുകാരുടെ കൂടെ നടക്കുന്ന ആൾക്കാർ, അവർക്ക് ഉടായ്പ എന്നൊക്കെ പറയുമ്പോൾ ഉടായ്പാണോ പക്ക ഉടായ്പായിട്ടുള്ള ആൾക്കാരൊക്കെ തന്നെ. ആൾക്കാർ എന്ന് പറയുന്നത് ആ ക്യാരക്ടർ അവർക്ക് അത് പിക്കപ്പ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ആൾക്കാരൊക്കെ തന്നെ എടുത്തു വെച്ചിട്ടുണ്ട്. അപ്പൊ അതുപോലെ ഓരോ കാര്യങ്ങളും ഇതിലെ മ്യൂസിക് ആണെങ്കിലും ബാക്ക്ഗ്രൗണ്ട് സ്കോർ ആണെങ്കിലും കളർ ഗ്രേഡിംഗ് ആണെങ്കിലും ക്യാമറയൊക്കെ സൂപ്പർ, ആക്ഷനൊക്കെ പക്ക വെട്ടാണെ വെട്ട്, അത് ചുമ്മാ ഇത് പിന്നെ മറിച്ച് ചിന്തയൊന്നുമില്ല. അതെല്ലാം എല്ലാം 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 മികച്ചു നിൽക്കുന്ന ഒരു നല്ല വെഞ്ചൻസ് മൂവി തന്നെയാണ് മഹാരാജ. മിസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ നല്ല ഒരു ക്രൈം ത്രില്ലർ ആയിരിക്കും തിയേറ്ററിൽ മിസ് ചെയ്യാൻ പോകുന്നത്. അപ്പൊ എല്ലാവരും തിയേറ്ററിൽ തന്നെ പോയി കാണുക. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കാര്യങ്ങളെല്ലാം കമന്റ് രൂപേണ അറിയിക്കുക. കൂടുതലൊന്നും പറയാനില്ല. ബൈ. എല്ലാവരും തിയേറ്ററിൽ പോയി പടം കാണുക, എന്നിട്ട് വിലയേറിയ അഭിപ്രായങ്ങൾ അറിയിക്കുക. ഇപ്പം ഞാൻ പറഞ്ഞതിനകത്ത് വേറെ വല്ല വ്യത്യാസമായിട്ടുണ്ടെങ്കിൽ തന്നെ മനസ്സിലാക്കി തരിക, തെറ്റുണ്ടെങ്കിൽ പറഞ്ഞു തരിക. അപ്പം വേറൊന്നും പറയാനില്ല. അപ്പൊ എല്ലാവർക്കും ബൈ.